സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അറസ്റ്റ് എപ്പോൾ എന്ന കൗതുകമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ അതിജീവിതയുടെ അഭിഭാഷകനും ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഇദ്ദേഹം മുങ്ങുന്നത് തടയാൻ എന്ത് ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, കേരള ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി താങ്കൾ ശ്രദ്ധിച്ചു കാണും. ചില വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ദുരൂഹമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിജീവിതയെ സ്വഭാവ ഹത്യ ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ബിൽക്കീസ് ബാനു കേസിന്റെ വിധി ഉദ്ധരിച്ചുകൊണ്ട് കോടതി മറുപടിയും പറഞ്ഞിരിക്കുന്നു. എങ്ങനെ തോന്നുന്നു? എന്താണ് ഈ കാര്യത്തിലുള്ള പ്രതികരണം? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം വെച്ചാല് ഒരു കൃത്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചു നിർത്താൻ മാത്രം കാരണമുള്ള ഒരാളല്ല. ഒരു സെലിബ്രിറ്റിയാണ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്, പണമുണ്ട്. അതുകൊണ്ട് വളരെ സാധ്യതയുണ്ട് നമ്മളുടെ നിയമത്തിന്റെ കെട്ട് പൊട്ടിച്ചു പോവാനായിട്ട്. പിന്നെ മാത്രമല്ല, ഇതുവരെ സഹകരിച്ചിട്ടില്ല, ഒരു മൊഴി പോലും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുന്നിലുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ടീമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു സംഭാഷണം പോലും ഉണ്ടായിട്ടില്ല, ഒരു ലീഡ് പോലും കിട്ടിയിട്ടില്ല. അതേസമയം തന്നെ ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ, ഇൻഫ്ലുവൻസിംഗ് ദ വിറ്റ്നസ്സസ്, ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ അതിജീവിതയുടെ ആരോപണം. അതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അപ്പൊ നമ്മൾ ജാമ്യ വ്യവസ്ഥ പറയുന്ന ഈ കാര്യങ്ങളെ മുഴുവനും മറികടക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു മാത്രം പ്രഹസനായി മാറല്ലേ. അതുകൊണ്ടാണ് കോടതി കൃത്യമായി തന്നെ ഇൻവെസ്റ്റിഗേഷനെ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് വരെ അന്വേഷണ സംഘം കാത്തിരിക്കുമോ എന്ന് അറിയില്ല. ഇല്ല എന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ആരോപണ വിധേയൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടുകളിൽ ഇല്ല. അറസ്റ്റ് എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് ഒരു സൂചനയുമില്ല. ഇതില് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അറിവില്ലായ്മയൊന്നുമല്ല. ഏത് കേസിലും FIR ഇട്ട് അത് കോഗ്നൈസബിൾ ഓഫൻസ് ആണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വളരെയധികം ഡിസ്ക്രിഷണറി പവർ ഉണ്ട് അറസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ അതില് ഒരാള് കോടതിയെ സമീപിച്ച് ജാമ്യം ചോദിച്ചതോ അല്ലെങ്കിൽ കോടതിയുടെ വ്യക്തമായ ഒരു ഉത്തരവ് ഇല്ലാതെ, നോട്ട് ടു അറസ്റ്റ് ഓർഡറോ അല്ലെങ്കിൽ ജാമ്യമോ ഒന്നും ഇല്ലാതിരിക്കത്തോളം കാലം ഏത് കോടതിയെ സമീപിക്കാൻ പോയാലും, അത് ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും, ആ സമീപിച്ച് കേസ് പെൻഡിങ്ങിലിരിക്കുമ്പോഴും ഹിയറിംഗ് നടക്കുമ്പോഴും അറസ്റ്റ് ചെയ്യാം. അതുമല്ല, കോടതി പറയുന്നത് എന്താണ്? അറസ്റ്റ് ഓൺ ദി ഇവന്റ് ഓഫ് ദ അറസ്റ്റ് റിലീസ് ഇൻ ബെയിൽ മാത്രമാണ്. അപ്പോ ഏത് സാഹചര്യത്തിലും മുൻകൂർ ജാമ്യം കിട്ടി എന്നതുകൊണ്ട് ഒരു പ്രതിയെ അന്വേഷിക്കാതിരിക്കാനോ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ടോ ആയിട്ടുള്ള യാതൊരു തടസ്സങ്ങളുമില്ല. നോട്ട് ടു അറസ്റ്റ് ഓർഡർ എന്ന വ്യക്തമായ അഡ്രസ്സിൽ ഓർഡർ ഇല്ലെങ്കിൽ, അതർവൈസ് ജാമ്യം ഇറ്റ്സെൽഫ് ഈസ് എ വേ ടു കോപ്പറേറ്റ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ ആണ്.